ഇപ്പോൾ 13.5 വയസ്സുള്ളപ്പോൾ ഒരാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള പക്വത ഉണ്ട് എന്ന് സ്വയം തോന്നാൻ എന്താ കാരണം? അതൊരു എടുത്തുചാട്ടമില്ലായിരുന്നു. ഇല്ല, അത് ഡയറക്ടറിന്റെ കഴിവാണ്. അത് ഡയറക്ടറിന്റെ കഴിവാണ്. പക്ഷെ എങ്കിലും അതിനെ സമ്മതിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കരുതിയോ? അങ്ങനൊന്നും അറിവില്ലായിരുന്നു ആ സമയത്ത്. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നല്ല ഡയറക്ടർ, പിന്നെ ഭയങ്കര കൺവിൻസിങ് ആയ ഒരു ഡയറക്ടർ വീട്ടിൽ വന്നു, പറഞ്ഞു ഇങ്ങനെ ഡോണ്ട് വറി, അധികം നമ്മളൊന്നും നല്ല രീതിയിൽ നമ്മൾ എടുക്കും, എനിക്ക് നല്ല പേരുണ്ട്, എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ചെന്നൈയിലായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ചോദിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെയ്തു. ആ കഥാപാത്രം വാസ് എ വെരി ബ്യൂട്ടിഫുൾ വൺ. ബാലേന്ദ്ര മേനോൻ ഏപ്രിൽ 18 വേണ്ടി സമീപിക്കുന്നതിന് മുമ്പ് സത്യൻ അന്തിക്കാടും ജോൺ പോളും കൂടി ശോഭനയുടെ വീട്ടിൽ വന്ന് അപ്പുണ്ണി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. സത്യൻ അന്തിക്കാട് ജോൺ പോൾ ടീമിൻ്റെ അപ്പുണ്ണി എന്ന സിനിമ നിരാകരിക്കുകയും ബാലേന്ദ്ര മേനോന്റെ ഏപ്രിൽ 18 സ്വീകരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട്? നിരാകരിച്ചു എന്ന് ഐ തിങ്ക് അത് ഫാൾസ് ഇൻഫർമേഷൻ ആണ്. എനിക്ക് ആക്ച്വലി അതിൻ്റെ റീസൺ ഓർമ്മയില്ല. അത് 1983 അത് സംഭവം. ഐ തിങ്ക് അവർക്ക് അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ ശരിയായില്ലായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ക്യാരക്ടർ ശരിയായില്ല എനിക്കറിഞ്ഞൂടാ അത് എന്തായി എനിക്കറിയില്ല. ഇല്ല, അന്ന് അവരെ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ശോഭനയ്ക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന മറുപടി കിട്ടിയെന്നാണ്. ആണോ? അതേസമയം ബാലേന്ദ്ര മേനോൻ വന്നപ്പോൾ താല്പര്യമുണ്ട്, യെസ് എന്ന് പറഞ്ഞു എന്നാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും ഐ ഹാവ് ദി സെയിം ആൻസർ. 13 എനിക്ക് സത്യൻ സാർ ഒന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ സിനിമ ചെയ്തല്ലോ, അപ്പോഴും ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഇപ്പോ ഓർമ്മിക്കാനോ. പക്ഷെ മുമ്പ് ഈ ശോഭന എത്രത്തോളം മാറി എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ബാലചന്ദ്രൻ മേനോൻ തന്നെ ആ സിനിമ ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങൾ പിന്നീട് എഴുതിയിട്ടുണ്ട്. അത്രയും വളരെ ചെറുപ്പമായ ഒരു പെൺകുട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് പോലും ആ സെറ്റിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായി എന്ന്. കാരണം ചില സീന് വരുമ്പോഴത്തേക്കും ഒന്നുമില്ലാതെ നിൽക്കും, പറഞ്ഞാൽ അനുസരിക്കില്ല. ഏറ്റവും ഒടുവിലത്തെ സീന് ആയെ വെച്ച് ചെയ്യേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് അത്? ആ സ്വഭാവം ഒരു നിഷേധ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അത് അദ്ദേഹം പറയുന്നല്ലേ? അപ്പൊ അദ്ദേഹത്തിനോടല്ലേ ചോദിക്കേണ്ടത്? എനിക്ക് 83 നടന്നത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി ഒന്നും പറയാറില്ല. ഒരു സാധാരണ പെൺകുട്ടിയുടെ ആ പ്രായത്തിലെ ഒരു പരിഭ്രമമായിരുന്നു അത്. അങ്ങനെ അത് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഇന്റർവ്യൂവിലേക്ക് വന്നത്. അപ്പോ അത് അത്രയും വലിയ ഒരാൾക്ക് അത് മനസ്സിലായില്ലായിരിക്കും. നല്ല വലിയ എഴുത്തുകാരനല്ലേ, ഇതൊക്കെ അറിയണ്ടേ? അപ്പൊ അന്ന് ബാലചന്ദ്ര മേനോൻ കൈകാര്യം ചെയ്യാൻ വിഷമമുള്ള ഒരു കുട്ടി എന്ന നിലയിൽ ആ സിനിമയിൽ നിന്ന് തിരിച്ച് അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ശോഭനയുടെ കരിയർ മറ്റൊന്നാകുമായിരുന്നു. ഇങ്ങനത്തെ ചോദ്യം എനിക്ക് ആൻസർ ചെയ്യാനേ പറ്റില്ല. ഡെഫിനറ്റ് ആയിട്ട് നോ. ബിക്കോസ് ഇപ്പം നമ്മുടെ ഒരു ലൈഫ് നമ്മുടെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലാണ്, വേറൊരാളുടെ കയ്യിലല്ലാന്ന് തോന്നുന്നു. അപ്പം മേ ബി ബാലചന്ദ്രൻ മേനോൻ എന്നെ തിരിച്ചയച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ആ ഒരു നെഗറ്റീവായ ഒരു ഇവന്റ് അയച്ചാൽ ചിലപ്പോൾ എന്നെ രാജ് കപൂർ ബുക്ക് ചെയ്യുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. എല്ലാ കാര്യത്തെയും ഇങ്ങനെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? അങ്ങനെ ഞാൻ ശ്രമിക്കും ഇപ്പോ. അതല്ലേ നല്ലത്, അങ്ങനെയല്ലേ മുമ്പോട്ട് പോകണം. അല്ല, അങ്ങനെ ഒന്നിനെ കുറിച്ചും വിചാരിച്ച് ആദ്യം എടുക്കുന്ന ഒരു രീതി. ഇംപേഷ്യന്റ് ആണ്, പക്ഷെ ഡെഫിനറ്റ് പോസിറ്റീവ് ആണ്. ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ഇന്നോളം നോക്കിയാൽ അതുകൊണ്ടാണ് ഈ കരിയർ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ആ ഫോക്കസ്ഡ് ആയ സമയത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. 22 ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ദിവസം ഒരു സെറ്റ്, 7 ദിവസം ഒരു സെറ്റ് കഴിഞ്ഞിട്ട് മമ്മൂക്കായുടെ സെറ്റിൽ പോവും, പിന്നെ ലാലിൻ്റെ സെറ്റിൽ പോവും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. സോ അതും ഉണ്ടായിരുന്നു ഒരു സ്റ്റേജ്. പിന്നെ ഇപ്പോൾ ഒന്ന് ക്വാളിറ്റിയാണ് നോക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് എപ്പോഴും ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ഈ സാധാരണ ആൾക്കാരുടെ ഒരു എന്റർടൈൻമെന്റിലെ അതൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഹാപ്പിലി, അത് ഒരു റിഗ്രറ്റ്സ് ഒന്നും പറയുന്നില്ല. അയ്യോ ഞാൻ അങ്ങനെ കോളേജൊന്നും പോയെന്നില്ല, അങ്ങനത്തെ ഒരു ലൈഫൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ കാൺ സേ ഇറ്റ്. എനിക്ക് എപ്പോഴും ഈ ലൈഫ് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്, ഈ സിനിമ ലൈഫ്. ബിക്കോസ് ഇതിന്ന് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്തത് സിനിമയാണ്. അപ്പോൾ റിഗ്രറ്റ്സ് ഒന്നിലുമില്ല എന്ന് പറഞ്ഞെങ്കിലും സിനിമയിലെ എനിക്ക് റിഗ്രറ്റ്സ് ആവണമല്ല, ഇല്ല എന്ന് നിർബന്ധിച്ച് പറയല്ല. സിനിമയിലെ
അന്ന് ആ സമയത്ത് ചെയ്ത ഏതെങ്കിലും റോളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എടുത്ത ഏതെങ്കിലും തീരുമാനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പം നോക്കുമ്പോൾ ഇല്ല. പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവും, അയ്യോ ഈ പടം ഓടിയില്ലല്ലോ, അയ്യോ ഇതെന്താണ് ക്യാരക്ടർ, നമ്മൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ ആയിപ്പോയല്ലോ, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇപ്പം അതൊരു പാഠമായിട്ടാണ്. അതൊക്കെ വേണ്ടേ, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വേണ്ടേ ലൈഫിൽ. ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിലെല്ലാം ഹിറ്റ്, തമിഴിലെല്ലാം ഫ്ലോപ്പ്. അപ്പോൾ ഒരു ബാലൻസ് വേണം നമുക്ക്. ഇപ്പോൾ ആദ്യം മുതൽ ഇങ്ങനെ അഭിനയിക്കുമ്പോഴേ ഈ വികാരസാന്ദ്രമായിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് ബോധവതിയായിരുന്നു? ഫസ്റ്റൊക്കെ ഭയങ്കര സങ്കോചം തോന്നിയിരുന്നു. അതും കേരളത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്യാമറയുടെ പിന്നിൽ തന്നെ ആൾക്കാർ നിൽക്കുവേ. തെലുങ്ക് തമിഴ് അങ്ങനെയൊന്നുമില്ല. കുറേ പൈസ ഉണ്ടാവും, അപ്പോൾ കുറേ പോലീസൊക്കെ വെച്ചിട്ട് നല്ല ഒരു ഡിസ്റ്റൻസിലായിരിക്കും. മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല, ലൈറ്റിൻ്റെ ഇടയിൽ ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സോ പിന്നെ ചെയ്തേ പറ്റുമല്ലോ. സോ അങ്ങനെ പിന്നെ അത് ശീലമായിപ്പോയി. പിന്നെ കുറച്ച് ക്ലോസ് സീൻസ്, റൊമാൻറ്റിക് സീൻസ്, അതൊക്കെ ചെയ്തേ പറ്റൂ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ജോലി ചെയ്തപ്പോൾ വലിയ ഒരു കൾച്ചറൽ ഡിഫറൻസ്, സാംസ്കാരികമായൊരു വലിയ അന്തരം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴില്ല. ഇപ്പോൾ എല്ലാം തെലുങ്ക് സിനിമ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഞാനൊരു ടി വിയിലൊക്കെ ഫ്ലിക്ക് ചെയ്താൽ നല്ല നല്ല ഒരു ഭയങ്കര കോസ്റ്റ്യൂംസും നല്ല ഡാൻസ് മൂവ്മെൻറ്റ്സ് വെച്ചപ്പോൾ ഞാൻ സൈലൻറ്റിൽ നോക്കിയാൽ ഞാൻ വിചാരിക്കും തെലുങ്ക് സിനിമയാണെന്ന്. പിന്നെ വോളിയൂം ഇടുമ്പോഴാണ് നോക്കുന്നത് മലയാളം. സോ ഇതൊക്കെ എല്ലാം മാറിപ്പോയി. അപ്പോൾ കുറച്ച് ഒരു ഡീലിയനേഷൻ ഉണ്ടായിരുന്നു. മലയാളത്തിൽ കുറച്ചും കൂടി നല്ല സ്ക്രിപ്റ്റ്സും. ഞാൻ ഒരു സുവർണ കാലഘട്ടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തതെന്ന് എൻ്റെ ഒരു വിചാരം. എല്ലാവരുടെ വിചാരം അവരവരുടെ ടൈമിൽ സുവർണ കാലഘട്ടം എന്നാണ്. പക്ഷെ എൻ്റെ വിചാരം മമ്മൂക്ക, മോഹൻലാലൊക്കെ അവരിങ്ങനെ നല്ല നല്ല സ്ക്രിപ്റ്റ്സ് നോക്കി നോക്കി പോകുമ്പോൾ ഇത് മലയാള ഇൻഡസ്ട്രി തന്നെ നന്നായിട്ട് റിഫൈനായി. സോ അതുകൊണ്ടായിരുന്നു. തെലുങ്കില് കമേഴ്ഷ്യൽ സിനിമ, ഒരു വിജയശാന്തിനെ പോലെ എന്നെയും പോലീസ് ഇൻസ്പെക്ടറിലാണ് ഇട്ടു, കുതിരമുകളിലൊക്കെ ഇട്ടു, സ്ട്രാപ്സ് ഇല്ലാതെ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യൻ ആർട്ടിസ്റ്റ് എല്ലാം ചെയ്തിരിക്കണം. എനിക്കറിഞ്ഞൂടാ, ഞാൻ വന്നു, ദുപ്പട്ട ഇട്ടിരുന്നു,